കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത്. വിചാരണ കോടതിയുടെ ജാമ്യം നൽകിയ ഉത്തരവ് താൽക്കാലികമായി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പക്ഷേ വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവിൽ ഇഡിക്കെതിരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. ഇഡി പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നതെന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ നേരിട്ട് തെളിവുകൾ കണ്ടെത്തുവാൻ സാധിച്ചില്ലെന്നും വിചാരണ കോടതിയുടെ ഉത്തരവിലുണ്ട്. ഇത് കൃത്യമായ ഒരു വിമർശനമാക്കിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. വലിയ രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇത്തരത്തിൽ ഇഡി മനഃപൂർവ്വമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ഇതും കൃത്യമായി ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനും ആം ആദ്മി പാർട്ടി എടുക്കുന്നുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിൽ സ്റ്റേ നൽകണമെന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും. തിങ്കളാഴ്ചയോടുകൂടി ഇതിൽ ഉത്തരവ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ ഇന്നലെ തന്നെ ഹൈക്കോടതിയുടെ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇഡിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും BJPയും വലിയ രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യം വയ്ക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ മനഃപൂർവ്വമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്.